ഇറാന്റെ സമുദ്രാതിർത്തി ലംഘിച്ചുകൊണ്ട് കടന്നുവന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പലിനെ ഇറാൻ നാവികസേന തടഞ്ഞതായി റിപ്പോർട്ടുകൾ. ഒമാൻ ഉൾക്കടലിൽ ഇറാനിയൻ സമുദ്രാതിർത്തിയിലേക്ക് കടക്കാനുള്ള ഒരു അമേരിക്കൻ യുദ്ധക്കപ്പലിന്റെ ശ്രമത്തെ ഇറാനിയൻ നാവികസേനയുടെ ഹെലികോപ്റ്ററാണ് തടഞ്ഞത്. ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ബുധനാഴ്ച പ്രാദേശിക സമയം രാവിലെ 10 മണിയോടെ സമുദ്ര അതിർത്തിയിലേക്ക് അടുത്ത അമേരിക്കൻ USS ഫിറ്റ്ജെറാൾഡ് എന്ന അമേരിക്കൻ നാവികസേനയുടെ കപ്പലിനെ നേരിടാൻ ഇറാനിയൻ സൈന്യം ഹെലികോപ്റ്റർ അയച്ചതായി ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹെലികോപ്റ്റർ US കപ്പലിന് മുകളിലൂടെ പറക്കുകയും സമുദ്ര അതിർത്തിയിലേക്ക് പ്രവേശിക്കരുതെന്ന് ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇവിടുന്ന് വിട്ടുപോയില്ലെങ്കിൽ ഇറാനിയൻ വിമാനത്തെ ആക്രമിക്കുമെന്ന് അമേരിക്കൻ യുദ്ധക്കപ്പൽ ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. യുദ്ധക്കപ്പലിൽ നിന്ന് നിശ്ചിത അകലം പാലിച്ചില്ലെങ്കിൽ ഇറാനിയൻ വിമാനങ്ങളെ ലക്ഷ്യം വെക്കുമെന്ന് യുദ്ധക്കപ്പലിൽ നിന്നൊരു ഭീഷണിയും ഉണ്ടായി. ഈ ഭീഷണിക്ക് മറുപടിയായി ഹെലികോപ്റ്റർ ഇറാന്റെ സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമാണെന്നും അതിന്റെ സംരക്ഷണയിലാണെന്നും അമേരിക്കൻ കപ്പലിനെ അറിയിച്ചു. അതിന് പിന്നാലെ US കപ്പൽ പിൻവാങ്ങിയതായി റിപ്പോർട്ടിൽ പറയും. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള 12 ദിവസത്തെ സംഘർഷത്തിന് ശേഷം ഇറാനും അമേരിക്കൻ സേനയും തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഇത്. സംഘർഷ സമയത്ത് ഇറാൻ ആണവ കേന്ദ്രങ്ങളെ അമേരിക്ക ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ തങ്ങളുടെ USS ഫിറ്റ്ജെറാൾഡിന്റെ ദൗത്യത്തിന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നും മറിച്ചുള്ള വിവരങ്ങളെല്ലാം വ്യാജമാണെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനാണ് ഇറാന്റെ ശ്രമമെന്നും US സെൻട്രൽ കമാൻഡ് അവകാശപ്പെട്ടു. അമേരിക്കൻ യുദ്ധക്കപ്പൽ ഇറാനിയൻ സമുദ്രാതിർത്തിയോട് എത്രത്തോളം അടുത്തേക്ക് വന്നു എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. ഇറാന്റെ സമുദ്ര അതിർത്തിക്കടുത്തെത്താനുള്ള കാരണവും ഇതുവരെ വ്യക്തമല്ല. ഇക്കാര്യത്തിൽ അമേരിക്കൻ നാവികസേനയിൽ നിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായിരിക്കെ ജൂൺ 22-ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക ആക്രമണം നടത്തി. അന്ന് കനത്ത നാശനഷ്ടമാണ് ഇറാൻ ഉണ്ടായത്. അമേരിക്കൻ ആക്രമണം ഉണ്ടായെങ്കിലും യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്ന് അന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രാച്ചി പറയുകയും ചെയ്തു. US ഇസ്രയേൽ ആക്രമണം തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയിൽ ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ലെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശമുണ്ടായത്. ആണവ സമ്പുഷ്ടീകരണം ഇറാന്റെ അഭിമാന പദ്ധതിയായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നേരത്തെയും തെക്കൻ തീരത്തെ ഒമാൻ ഉൾക്കടൽ പോലെയുള്ള പ്രദേശങ്ങളിൽ അമേരിക്കൻ സേനയെ നേരിട്ട ചരിത്രം ഇറാനുണ്ട്. 2023-ൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് കടക്കുന്നതിനിടെ അമേരിക്കൻ അന്തർവാഹിനിയെ കരയിലേക്ക് തള്ളി മാറ്റിയതായും ടെഹ്റാൻ അവകാശപ്പെട്ടിരുന്നു.